ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി കാണാം കേട്ടോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇനി വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. ഒരുപാട് സാധനങ്ങളൊന്നും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമില്ല. ഒരുപാട് സമയം വേണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് കുതിർത്ത് വെച്ച പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എന്നും ഒരേ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് മടുത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ നമുക്കിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് പച്ചരി കേട്ടോ. അപ്പോൾ അത് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പച്ചരീനെ 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് സോക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർന്ന് കിട്ടണം. നമ്മളിപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ രാത്രി കുതിർത്ത് വെക്കുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടി നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഇതിനൊന്ന് സോക്ക് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മളിത് നന്നായിട്ട് കഴുകിയിട്ട് ആ ഒരു പച്ചരിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തലേന്നത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ആട്ടോ ഇനി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ചെറിയൊരു മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വന്ന് നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകിൻ്റെ ടേസ്റ്റ് ഒന്നും ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വേണ്ട കേട്ടോ, 1/4 ടീസ്പൂൺ മതി. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കടുക് ഇട്ടിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചെറിയ ജീരകമില്ലേ നമ്മൾ വെള്ളമൊക്കെ കാച്ചുന്നത് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ടേസ്റ്റൊക്കെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിന് നമുക്ക് ഒരു പച്ചമുളക് കേട്ടോ, എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക്. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒരു പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങ് നമ്മൾ വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് സമയം എടുത്തിട്ട് വാട്ടിയെടുക്കേണ്ടിയില്ല. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കഴിക്കുമ്പം സവാള കടിക്കാൻ കിട്ടില്ല കേട്ടോ. സവാളയും കൂടി നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ സമയം നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാനും. അല്ലാന്നുണ്ടെങ്കിൽ സവാള അതിലങ്ങനെ അങ്ങ് അലിഞ്ഞ് ചേർന്ന് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്തിന് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ സവാള ഒന്ന് കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും 1/2 ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും നമ്മൾ ഈ ഒരു മസാലക്കും നമ്മളെ മാവിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ഒരു സമയത്ത് ഇനി ഒരല്പം ഉപ്പ് കുറഞ്ഞാലും നമുക്ക് വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ മഞ്ഞളും മുളക് പൊടിയും മാത്രമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറൊരു മസാലയും നമ്മളിതിലേക്ക് ആക്കുന്നില്ലേ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം, നമ്മൾ ആ ഒരു പൊടിയുള്ള പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറിക്കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒരുപാട് അങ്ങ് ഇട്ടിട്ട് നമ്മളിതിൽ വെച്ച് കരിച്ച് കളയാനും പാടില്ല. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറിക്കിട്ടിയാൽ മതി കേട്ടോ. കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. സ്മെല്ലൊന്ന് മാറിക്കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ തലേന്ന് നമ്മളിത് സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമ്മളെ പച്ചരി നല്ല അടിപൊളിയായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ വെച്ചാൽ മതി. തലേന്ന് തന്നെ സോക്ക് ചെയ്ത് വെക്കണമെന്നില്ല. 4 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. കുറഞ്ഞത് എന്തായാലും 4 മണിക്കൂർ വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു റെസിപ്പി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലേ. അപ്പോൾ സോക്ക് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തലേന്ന് സോക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ 4 മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ഒരു പച്ചരിയിലെ വെള്ളമൊക്കെ അങ്ങ് കളഞ്ഞു കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് കഴുകി എടുത്തതിന് ശേഷം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങളെ കയ്യിൽ ചോറില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അവിലുണ്ടല്ലോ, വെള്ളയാണെങ്കിലും കുഴപ്പമില്ല, ഇനി ബ്രൗൺ കളറുള്ള അവിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2 സ്പൂണ് അവിൽ കുറച്ചൊരു 5 മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചോറിന് പകരം അത് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ചോറ് വേണമെന്നുണ്ടെങ്കിൽ ചോറ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവിൽ വേണമെന്നുണ്ടെങ്കിൽ അവിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഇപ്പം 2 സ്പൂണോളം ചോറിട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ചോറും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുക്കാം കേട്ടോ. അപ്പം വെള്ളം അധികമായി പോകണ്ട, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കുക. 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് തരിതരിപ്പൊന്നുമില്ലാത്ത രീതിക്ക് നമ്മൾ ദോശമാവ്ക്ക് അരച്ചെടുക്കുന്ന ആ ഒരു പാകത്തിന് വേണം ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ കേട്ടോ. ഇതുപോലെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു പൊടികളോ കാര്യങ്ങളോ ഇനി ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളിതാ ഈ ഒരു മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇനി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് നമ്മൾ ഈ മസാല റെഡിയാക്കിയിട്ട് ആദ്യം വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് ഇത് പച്ചരിക്കുന്ന അരച്ചെടുത്ത് ആ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് പൊങ്ങി കിട്ടിക്കോളും. നല്ല ആരെടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അപ്പം തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമ്മൾ മാവ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഈ രീതിക്ക് വേണം നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ. വെള്ളമൊന്നും ഒരുപാട് ഒഴിച്ചു കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ. ഈ രീതിക്ക് റെഡിയാക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ ഇതുപോലൊരു നടുകുഴിയുള്ള പാത്രം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു പാത്രം നന്നായിട്ട് ചൂടായിട്ട് ഈ ഒരു ഓയിലും കൂടി നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം വേണം നമ്മൾ 1 സ്പൂൺ മാവ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാനേ. അപ്പോൾ ഓയിൽ ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതാ 1 സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള നമ്മൾ ഈ ഒരു ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ആറി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം കൂടി ഒന്നും കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലായതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ മുകൾ ഭാഗം ആറി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡ് ഭാഗം കൂടി ഒന്ന് കളർ മാറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് കളർ മാറി വരും. ഇത് ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതാ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് നോക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല പാകത്തിനായിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള മാവ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് സമയവും വേണ്ട, ഒരുപാട് സാധനങ്ങൾ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും സൈഡിൽ നല്ല കറുമുറാന്നുണ്ടാവട്ടെ. നല്ല ക്രിസ്പി ആയിരിക്കും സൈഡ് ഭാഗത്ത്. ഉൾഭാഗത്താണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. രാവിലേക്ക് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.